ആ ആ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അപ്പൊ പ്ലാസ്മ എന്താന്ന് പറഞ്ഞു, അതിന്റെ ബിഹേവിയർ ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസ്മ എന്ന് പറയുന്നത് നമുക്ക് അനലൈസ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. കാരണം അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഫ്ലൂയിഡ്സ് ലൈക്ക് വാട്ടർ പോലെ ഫ്ലൂയിഡ്സ് ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഭയങ്കര ഡെൻസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കതിന്റെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെ മോഷനെ നമുക്ക് കൺസിഡർ ചെയ്ത് പറയാൻ പറ്റില്ല. എന്നാൽ ലോ ഡെൻസിറ്റി ഡിവൈസസ് ആയിട്ടുള്ള എന്താ സിൻക്രോട്രോൺ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ സിംഗിൾ പാർട്ടിക്കിൾസിന്റെ മോഷൻ വെച്ചിട്ട് അതിന്റെ മോഷനെ നമുക്ക് പറയാൻ പറ്റും, മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മളുടെ പ്ലാസ്മ എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ചില സമയത്ത് ഫ്ലൂയിഡ് ആയിട്ടും അല്ലാത്ത സമയത്ത് അത് എന്താ പറയുക നമുക്ക് കളക്റ്റീവ് ബിഹേവിയർ എടുത്തിട്ട് നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് സിംഗിൾ പാർട്ടിക്കിൾ മോഷൻസ് ആണ്. അതായത് ഒരു യൂണിഫോം ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡിലുള്ള സിംഗിൾ പാർട്ടിക്കിൾ മോഷൻസ് ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ തന്നെ രണ്ട് പാർട്ടായിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ വിത്തൗട്ട് ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഈ സീറോ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളതും, പിന്നീട് നമ്മൾ ഒരു ഫൈനൈറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമ്പോൾ ഉള്ള മോഷനും, ആ രണ്ടുമാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ ആദ്യം ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിട്ടുള്ളത്, അതായത് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്. ആ കേസിൽ നമുക്കറിയാം എഫ് ഈക്വൽ ടു ക്യു ഇ പ്ലസ് ക്യു വി ക്രോസ് ബി ആണ് ലോറൻസ് ഇക്വേഷൻ വെച്ചിട്ട്. അപ്പൊ ഈ സീറോ ആയതുകൊണ്ട് തന്നെ എഫ് ഈക്വൽ ടു ക്യു വി ക്രോസ് ബി. അപ്പൊ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്, അതായത് എം ഡി വി ബൈ ഡി ടി ഈക്വൽ ടു ക്യു വി ക്രോസ് ബി. ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്നത് നമ്മൾ അലോങ് സെഡ് ഡയറക്ഷനിലാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബി സെഡ് ക്യാപ്പ്. അപ്പോൾ എം വി ഡോട്ട്, അതായത് ഡി വി ബൈ ഡി ടി നമ്മൾ വി ഡോട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ എം വി ഡോട്ട് ഈക്വൽ ടു ക്യു വി ക്രോസ് ബി. അപ്പൊ ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ 3 ഡയറക്ഷനിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം എലോങ് എക്സ് ഡയറക്ഷനിൽ, അപ്പോൾ എം വി എക്സ് ഡോട്ട് എന്ന് പറയുമ്പോൾ ക്യു വി എക്സ് ക്യാപ് ക്രോസ് ബി സെഡ് ക്യാപ് എന്ന് വരും. അപ്പൊ അത് ക്യു ബി വി വൈ എന്ന് വരും. അതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. ഇനി വെലോസിറ്റിയുടെ വൈ കമ്പോണന്റ്, അതായത് എം വി വൈ ഡോട്ട്, അപ്പൊ ക്യു വി വൈ ക്യാപ് ക്രോസ് ബി സെഡ് ക്യാപ്, അതെന്ന് പറയുന്നത് മൈനസ് ക്യു ബി വി എക്സ് എന്ന് വരും. ഇനി സെഡ് കമ്പോണന്റ് എടുക്കുമ്പോൾ എം വി സെഡ് ഡോട്ട് ഈക്വൽ ടു ക്യു വി സെഡ്, ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3യും കിട്ടി. അപ്പൊ ഈ ഇക്വേഷൻ 2ൽ നിന്നും 3യിൽ നിന്നും നമുക്ക് വി എക്സ് ഡോട്ടും വി വൈ ഡോട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ ഇക്വേഷൻ 2ൽ നിന്ന് നമ്മൾ വി എക്സ് ഡോട്ട് എടുത്ത് എഴുതുമ്പോൾ ക്യു ബി വി വൈ ബൈ എം എന്ന് വരും. അപ്പൊ നമ്മൾ അതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, അതായത് വി എക്സ് ഡബിൾ ഡോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു ക്യു ബി വി വൈ ഡോട്ട് ബൈ എം. വി വൈ ഡോട്ട് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്, അപ്പൊ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് വി വൈ ഡോട്ട് എന്ന് പറയുന്നത് എന്താ ക്യു ബി മൈനസ് ക്യു ബി വി എക്സ് ബൈ എം ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് മൈനസ് ക്യു ബി ബൈ എം ഹോൾ സ്ക്വയർ വി എക്സ് വരും. അത് നമ്മൾ ഇക്വേഷൻ 4. ഇനി ഇതേപോലെ ഇക്വേഷൻ 3യെ നമ്മൾ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ വി വൈ ഡബിൾ ഡോട്ട് എന്ന് വരും. വി വൈ ഡബിൾ ഡോട്ട് പറയുമ്പോൾ അതും മൈനസ് ക്യു ബി വി എക്സ് ഡോട്ട് ബൈ എം. വി എക്സ് ഡോട്ട് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മൈനസ് ക്യു ബി ബൈ എം ഹോൾ സ്ക്വയർ വി വൈ എന്ന് വരും. അത് ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ ഈ ഇക്വേഷൻ 4ഉം ഇക്വേഷൻ 5ഉം നോക്കുമ്പോൾ അതൊരു സിംഗിൾ ഹാർമോണിക് മോഷൻ ആയിട്ടാണ് ഇക്വേഷന്റെ ഫോം, അതായത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സി സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ്. അപ്പൊ അതൊരു എസ് എച്ച് എം ആണ്, സിമ്പിൾ ഹാർമോണിക് മോഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമുക്ക് ഒമേഗ സി എന്ന് പറയുന്നത് ക്യു ബി ബൈ എം എന്ന് വരും. ഒമേഗ സി എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ 4ന്റെയും ഇക്വേഷൻ 5ന്റെയും സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ അത് വി എക്സ് വൈ ഈക്വൽ ടു വി പെർപെൻഡിക്കുലർ എക്സ്പോണൻഷ്യൽ പ്ലസ് ഓർ മൈനസ് ഐ ഒമേഗ സി പ്ലസ് ഐ ഡെൽറ്റ എക്സ് വൈ എന്നായിരിക്കും. പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നത് ക്യൂവിന്റെ സൈനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡെൽറ്റ 0 ആയിട്ട് എടുക്കുക, അതായത് ഫേസ് ഡിഫറൻസ് 0 ആയിട്ട് എടുക്കുമ്പോൾ വി എക്സ് ഈക്വൽ ടു വി പെർപെൻഡിക്കുലർ എക്സ്പോണൻഷ്യൽ ഐ ഒമേഗ സി ടി എന്ന് വരും. അതായത് വി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് ഡോട്ട് തന്നെയാണല്ലോ. അപ്പോൾ എക്സ് ഡോട്ട് ഈക്വൽ ടു വി പെർപെൻഡിക്കുലർ ഇ റേസ് ടു ഐ ഒമേഗ സി ടി.
ഇതേപോലെ നമ്മൾ നേരത്തെ വി വൈ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. വി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം വി എക്സ് ഡോട്ട് ബൈ ക്യൂ ബി ആണ്. അപ്പോ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, പ്ലസ് ഓർ മൈനസ് വി എക്സ് ഡോട്ട് ബൈ ഒമേഗ സി. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമേഗ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ബി ബൈ എം ആണ്. അപ്പൊ അതിവിടെ നോക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി എക്സ് ഡോട്ട് ബൈ ഒമേഗ സി എന്ന് വരും. അപ്പൊ വി എക്സ് ഡോട്ട് ബൈ ഒമേഗ സി എന്ന് വരും. അപ്പോ വി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ഡോട്ട് ആണ്. അപ്പോ ഈ വി എക്സ് ഡോട്ട് ബൈ ഒമേഗ സി വിച്ച് ഈസ് ഈക്വൽ ടു വൈ ഡോട്ട്, അതായത് ഇക്വേഷൻ നമ്പർ 8 വരും. അത് നമുക്ക് അതായത് വി എക്സ് ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, വി പെർപെൻഡിക്കുലർ ഇ റേസ് ടു ഐ ഒമേഗ സി ടി ആണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 1 ബൈ ഒമേഗ സി ഇൻറ്റു വി പെർപെൻഡിക്കുലർ ഇ റേസ് ടു ഐ ഒമേഗ സി ടി ഇൻറ്റു ഒമേഗ സി ഐ എന്ന് വരും. അപ്പോൾ പ്ലസ് ഓർ മൈനസ് ഐ വി പെർപെൻഡിക്കുലർ ഇ റേസ് ടു ഐ ഒമേഗ സി ടി വിച്ച് ഈസ് ഈക്വൽ ടു വൈ ഡോട്ട്, അതായത് ഇക്വേഷൻ നമ്പർ 8. ഇനി ഈ ഇക്വേഷൻ 7നെയും ഇക്വേഷൻ 8നെയും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അതായത് ഇക്വേഷൻ 7 നമ്മൾ എക്സ് ടു എക്സ് സീറോയിലും ഇക്വേഷൻ വൈനെ വൈ ടു വൈ സീറോ വരെയും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് മൈനസ് എക്സ് സീറോ ഈക്വൽ ടു മൈനസ് ഐ വി പെർപെൻഡിക്കുലർ ബൈ ഒമേഗ സി ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ സി ടി എന്നും, അതുപോലെ വൈ മൈനസ് വൈ സീറോ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വി പെർപെൻഡിക്കുലർ ബൈ ഒമേഗ സി ഇ റേസ് ടു ഐ ഒമേഗ സി ടി എന്നും. അപ്പോ ഇതിന് നമുക്ക് ലാർമർ റേഡിയസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ലാർമർ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർമർ മോഷൻ, അതായത് ഹെലിക്കലി ഉള്ള മോഷനെ തന്നെയാണ് നമ്മൾ ലാർമർ മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസിനെയാണ് ലാർമർ റേഡിയസ് എന്ന് പറയുന്നത്. ലാർമർ റേഡിയസ് അതായത് ആർ എൽ ഈക്വൽ ടു വി പെർപെൻഡിക്കുലർ ബൈ സി ആണ്. അതായത് ഇവിടെ നമുക്കറിയാം ഒമേഗ സിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എം വി പെർപെൻഡിക്കുലർ ഡിവൈഡഡ് ബൈ ക്യൂ ബി എന്ന് വരും. ഇനി നമ്മൾ ഇക്വേഷൻ 9നും 10നും അതിന്റെ റിയൽ പാർട്ട് എടുക്കുമ്പോൾ എക്സ് മൈനസ് എക്സ് സീറോ ഈക്വൽ ടു ആർ എൽ സൈൻ ഒമേഗ സി ടി എന്നും വൈ മൈനസ് വൈ സീറോ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ആർ എൽ കോസ് ഒമേഗ സി ടി എന്ന് വരും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ മനസ്സിലാവും അതിന്റെ മോഷൻ, അതായത് അത് ഓർബിറ്റ് ചെയ്യുന്നത് ഒരു സർക്കുലർ മോഷനിലായിരിക്കും. ഒരു വിത്ത് റെസ്പെക്ട് ടു സെന്റർ എക്സ് സീറോ വൈ സീറോ സെന്ററിനെ വിത്ത് റെസ്പെക്ട് ടു ആക്കിയിട്ട് ഒരു സർക്കുലർ ഓർബിറ്റിലായിരിക്കും അത് മൂവ് ചെയ്യുന്നുണ്ടാവുക. അതിന് ആ സെന്ററിന് നമ്മൾ പറയുന്ന പേരാണ് ഗൈഡിങ് സെന്റർ. അപ്പോൾ ഒരു പ്ലാസ്മയിലത്തെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഒരു സർക്കുലർ ഓർബിറ്റില് വിത്ത് റെസ്പെക്ട് ടു ഗൈഡിങ് സെന്ററിൽ വെച്ചിട്ടായിരിക്കും. അതിലൊന്ന് ഒരു മിനിറ്റ്, അതിൽ നേരത്തെ ആ സ്ലൈഡ് ഒന്ന് എടുത്തേ. അവിടെ എന്തോ ഒരു സംശയം ഒന്നല്ല എനിക്ക്. ഒരു മിനിറ്റ്, എക്സ് മൈനസ് എക്സ് സീറോ അതൊന്നും കൂടി പറഞ്ഞ. എക്സ് മൈനസ് എക്സ് സീറോ ഓക്കെ ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഐ ഉണ്ട് അല്ലേ? ശരി ശരി. അപ്പോൾ the direction of gyration is always such that the magnetic field generated by the charged particle is opposite to the externally imposed field. The plasma particles therefore tend to reduce the magnetic. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇവിടെ ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിട്ടാണ്. നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണലി ഇമ്പോസ് ചെയ്ത ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള മാഗ്നറ്റിക് പ്ലാസ്മ പാർട്ടിക്കിൾ അതുകൊണ്ട് അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ പ്ലാസ്മ എന്ന് പറയുന്നത് ഒരു ഡയാമാഗ്നറ്റിക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ in addition to this motion, there is an arbitrary velocity vz along b which is not affected by b. നേരത്തെ നമ്മൾ വെലോസിറ്റിയുടെ 3 ആർബിട്രറി കമ്പോണന്റ് കൺസിഡർ ചെയ്ത സമയത്ത് അവിടെ z കമ്പോണന്റ് ബിയിൽ ആക്ട് ചെയ്യുന്നില്ല, അത് 0 ആയിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഡയറക്ഷനിൽ അവിടെ ഉള്ളത് ആക്ട് ചെയ്യാത്തത് കൊണ്ട് ബാക്കി 2 ഡയറക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് അതൊരു സർക്കുലർ ഓർബിറ്റിലാണ് മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ട്രാജക്ടറി എന്ന് പറയുന്നത് ഒരു ഹെലിക്കൽ ആയിട്ടായിരിക്കും അത് സ്പേസിൽ മൂവ് ചെയ്യുന്നുണ്ടാവുക. ഇത്രയാണ് ഇവിടെ പറയുന്നത്. അതിന്റെ മോഷൻ എന്ന് പറയുന്നത് ഒരു ഹെലിക്കലി ആയിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. മീൻസ് ഇത്രയേ ഉള്ളൂ ഇതിൽ പറയുന്നുള്ളൂ. ഇനി ഇലക്ട്രിക് ഫീൽഡ് കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള മോഷനാണ് അടുത്ത സെക്ഷൻ. അത് സുനൈനയാണ് പറയുന്നത്. അപ്പൊ സുനൈന കണ്ടിന്യൂ ചെയ്തോളൂ. പോർട്രേറ്റ് ആയിട്ട് പിടിക്കണേ പറ്റുമെങ്കിലും.
ഓക്കെ മിസ്. കാണുന്നുണ്ടോ? ഇല്ലല്ലോ, ഇപ്പൊ സ്ക്രീൻ ഷെയർ ആയിട്ട് കാണുന്നില്ലല്ലോ. നേരത്തെ ഒന്ന് കണ്ടിരുന്നേ, അതിന്റെ ഇടയ്ക്ക് അത് പോയല്ലോ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. റെഡി, ഇപ്പൊ റെഡിയായി. അപ്പൊ നേരത്തെ ആതിര ഇലക്ട്രിക് ഫീൽഡ് 0 ആവുന്ന കേസാണ് പറഞ്ഞത്. ഇനി ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോഴുള്ള കേസാണ് ഇപ്പൊ ഞാൻ പറയാൻ പോണത്. പറയട്ടെ? സ്റ്റാർട്ട് ചെയ്യട്ടെ മിസ്? എടുത്തോളൂ, തുടങ്ങിക്കോളൂ. ആദ്യം മ്യൂട്ട് ചെയ്യണേ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് പ്രസന്റ് ആവുമ്പോ നമുക്കറിയാം ഇക്വേഷൻ ഓഫ് മോഷൻ എന്താ F = QE + QVB എന്നാവും. അപ്പൊ നമ്മള് ഇനെ എക്സെറ്റ് പ്ലെയിനിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് EY = 0 എന്ന് പറയാൻ പറ്റും. അപ്പോ രണ്ട് മോഷൻസ് ആണ് ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. ഒന്ന് നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് കേസിൽ പറഞ്ഞ ലാർമർ ഗൈറേഷൻ മോഷനും സർക്കുലർ ലാർമർ ഗൈറേഷനും, പിന്നെ നമ്മൾ പറഞ്ഞ ആ ഫിക്സ്ഡ് ഗൈഡിങ് സെന്ററിന്റെ ഡ്രിഫ്റ്റും. അപ്പൊ അതെങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ഈ ഇക്വേഷൻ ഓഫ് മോഷൻ അതിനെ നമുക്ക് mdv/dt = Q × E + V × B എന്ന് എഴുതാം. അപ്പൊ നമുക്ക് z കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ നമുക്ക് dvz/dt = Q/m Ez എന്ന് എഴുതാൻ പറ്റും. ഈ എമ്മിനെ ഇപ്പുറത്തേക്ക് കൊടുന്നു. അപ്പോ z കമ്പോണന്റ് കേസിൽ vz × bz 0 ആയതുകൊണ്ട് ഇത്രയാണ് വരുന്നത്. അപ്പൊ അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് z ഡയറക്ഷനുള്ള വെലോസിറ്റി vz = QEZT/m + vz0 എന്ന് കിട്ടും. അതിൽ vz0 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ കിട്ടിയ dvz/dt ഇതൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആക്സിലറേഷൻ ആണ്. അപ്പൊ നമുക്കിപ്പോ z ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ കിട്ടി. ഇനി ട്രാൻസ്വേഴ്സ് കമ്പോണൻസ് ആണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം x കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ നോക്കാം, ax. അപ്പോ ax-ന് നമ്മൾ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, Q/m Ex + Q/m Vy/B എന്ന് കിട്ടും. അതിൽ നമ്മൾ QB/m-നെ നമ്മൾ നേരത്തെ ലാർമർ ഫ്രീക്വൻസി ωc എന്നറിയാം. അപ്പൊ ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് dvx/dt = Q/m Ex ± ωc Ey എന്ന് കിട്ടും. ഈ പ്ലസ് ഓർ മൈനസ് എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാർജിന്റെ സൈൻ ആണ് കാണിക്കുന്നത്, പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് x കമ്പോണന്റ് കിട്ടി. ഇനി y കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ ay ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഇക്വേഷനിൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ EY xz പ്ലെയിനിലാണ് എടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ടേം EY വരുന്ന ഈ ഫസ്റ്റ് ടേം മൊത്തം 0 ആയിട്ട് പോകും. അപ്പോ dvy/dt = Q/m × -Vxb എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഈ QB/m-നെ ωc എന്ന് കൊടുത്തു. പിന്നെ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അതും ഈ ചാർജിന്റെ പ്ലസ് ഓർ മൈനസും കൂടി ഉള്ളതാണ് നമ്മൾ ഈ മൈനസ് പ്ലസ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ്, അതായത് dvy/dt-നെയും dvx/dt-നെയും ഇങ്ങനെ vx.vy. എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇക്വേഷൻ 3 എന്ന് കൊടുത്തു. ഇനി ഈ രണ്ട് ഇക്വേഷൻ vx.നെയും vy.നെയും ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് vx_. കിട്ടും. അപ്പൊ vx_, നമ്മൾ ഈ ഇക്വേഷൻ നോക്കിയാൽ കാണാൻ പറ്റും, പ്ലസ് ഓർ മൈനസ് ωc vy_. എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഈ vy.ന്റെ ഇക്വേഷൻ ഇതിൽ കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ കോൺസ്റ്റന്റ് ആണല്ലോ, ഫൈനൈറ്റ് E ആയതുകൊണ്ട് തന്നെ ഈ vx.ലുള്ള ഫസ്റ്റ് ടേം Q/m Ex എന്നുള്ള ടേം ഫുൾ 0 ആയിട്ട് പോകും. അപ്പൊ ആകെ ഉള്ളത് ഈ പ്ലസ് ഓർ മൈനസ് ωc vy ആണുള്ളത്.
അപ്പോ ഒമേഗ സി ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കൊണ്ട് തന്നെ നമ്മൾ വി വൈ ഡോട്ട് ആണ് ഉള്ളത്. അപ്പൊ ഈ ഇക്വേഷനിലെ വി വൈ ഡോട്ടിന്റെ വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോ ഇവിടെ നമ്മൾ ഒരു പ്ലസ് ഓർ മൈനസ്, ഇവിടെ ഒരു മൈനസ് പ്ലസും ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്ട്രാ വന്നൊരു മൈനസും കൂടിയാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ പ്ലസ് ഓർ മൈനസ് എന്ന് വെച്ചാൽ ക്യൂവിന്റെ ചാർജ് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ ടോട്ടൽ ആയിട്ട് ഒരു മൈനസ് വരും. പിന്നെ ഈ രണ്ട് ഒമേഗ സി സ്ക്വയർ ചെയ്യും. അപ്പോ ടോട്ടൽ ആയിട്ട് നമുക്ക് വി എക്സ് ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സി സ്ക്വയർ വി എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇതേപോലെ തന്നെ വി വൈ ഡബിൾ ഡോട്ടും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോ വി വൈ ഡബിൾ ഡോട്ടിന് ഇതേപോലെ തന്നെ ഈ ഇക്വേഷൻ 3 നോക്കിയാൽ വി വൈ ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് പ്ലസ് ഒമേഗ സി വി എക്സ് ഇതാക്കാൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് വി എക്സ് ഡോട്ടിന്റെ ഇക്വേഷൻ ഡബിൾ ഡോട്ട് എടുക്കുമ്പോൾ അത് വി എക്സ് ഡോട്ട് ആവുമല്ലോ. അപ്പൊ ഈ വി എക്സ് ഡോട്ടിന്റെ എക്സ്പ്രഷൻ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടും മൈനസ് ഒമേഗ സി ഇൻറ്റു ക്യൂ ബൈ എം ഇ എക്സ് പ്ലസ് ഓർ മൈനസ് ഒമേഗ സി വി വൈ. അപ്പോ നമുക്ക് അറിയാം ഈ ബ്രാക്കറ്റിലുള്ള ടേമില് ഇപ്പുറത്ത് സെക്കൻഡ് പാർട്ടിൽ ഒമേഗ സി ഉണ്ട്. അപ്പൊ ഇവിടെ ഒമേഗ സി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മോളിലും അടിയിലും ബി കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോ ഇവിടെ നമുക്ക് ക്യൂ ബി ബൈ എം എന്ന് കിട്ടും. അത് നമുക്ക് ഒമേഗ സി എന്ന് അറിയാം. അപ്പൊ ഈ രണ്ടെന്നും ടോട്ടലായിട്ട് ഒമേഗ സിന് പുറത്തേക്ക് എടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഒമേഗ സി സ്ക്വയർ കിട്ടും. അപ്പൊ ഇവിടെ ബാക്കിയുള്ളത് ഇ എക്സ് ബൈ എം ബിയും പിന്നെ ഒരു വി വൈ ആണുള്ളത്. അപ്പൊ നമുക്ക് വി വൈ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സി സ്ക്വയർ ഇൻറ്റു ഇ എക്സ് ബൈ ബി പ്ലസ് വി വൈ എന്ന് കിട്ടും. അപ്പോ നമുക്ക് ഈ ഒരു വി വൈ ഡബിൾ ഡോട്ടിന്റെ എക്സ്പ്രഷന് നമുക്ക് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് വി വൈ പ്ലസ് ഇ എക്സ് ബൈ ബി എന്ന് എഴുതാൻ പറ്റും. എന്താ വെച്ചാൽ ഇവിടെ ഇ എക്സും ബിയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ അതിങ്ങനെ കിട്ടും. അത് നമ്മൾ ഇക്വേഷൻ 4 എന്ന് എഴുതുകയാണ്. അപ്പൊ നമ്മൾ കിട്ടിയ രണ്ട് എക്സ്പ്രഷൻസ് ഈ വി എക്സ് ഡബിൾ ഡോട്ടിന്റെയും വി വൈ ഡബിൾ ഡോട്ടിന്റെ ഈ രണ്ട് എക്സ്പ്രഷൻസ് ഇക്വേഷൻ 5 ആയിട്ട് എഴുതാണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് നേരത്തെ പറഞ്ഞ ഇ ഈക്വൽ ടു 0 എന്നുള്ള കേസിലെ ഇക്വേഷൻസ് ആയിട്ട് വി എക്സ് ഡബിൾ ഡോട്ടിന്റെയും വി വൈ ഡബിൾ ഡോട്ടിന്റെയും ഇക്വേഷൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വി വൈ ഡബിൾ ഡോട്ടിലുള്ള ഈ വി വൈ പ്ലസ് ഇ എക്സ് ബൈ ബി എന്നുള്ള ടേം അത് മാത്രമാണ് ഇതിലുള്ള ഡിഫറൻസ്. അതായത് ഇ ഈക്വൽ ടു 0 എന്നുള്ള കേസില് വി വൈ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് വി വൈ അല്ലെങ്കിൽ മൈനസ് ഒമേഗ സി സ്ക്വയർ വി വൈ എന്നായിരുന്നു. ഈ ഫൈനൈറ്റ് ആയിട്ട് വരുമ്പോ അത് ഇ എക്സ് ബൈ ബി എന്നുള്ളൊരു ടേമും കൂടി വി വൈയുടെ കൂടെ ആഡ് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇ ഈക്വൽ ടു 0 എന്നുള്ള പ്രീവിയസ് കേസിലേക്ക് ഈ ഇക്വേഷൻ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ ഇ ഈക്വൽ ടു 0 എന്നുള്ള കേസിലേക്ക് വി വൈനെ നമുക്ക് വി വൈ പ്ലസ് ഇ എക്സ് ബൈ ബി എന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് സെയിം ആയതുകൊണ്ട് തന്നെ സെയിം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇ ഈക്വൽ ടു 0 എന്നുള്ള കേസിലെ സൊല്യൂഷൻസ് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇ ഈക്വൽ ടു 0 എന്നുള്ള കേസിലെ സൊല്യൂഷൻസ് നേരത്തെ ആതിര പറഞ്ഞു. വി എക്സ് ഈസ് ഈക്വൽ ടു വി പെർപെൻഡിക്കുലർ ഇ റൈസ് ടു ഐ ഒമേഗ സി ടി യും വി വൈ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ വി പെർപെൻഡിക്കുലർ ഇ റൈസ് ടു ഐ ഒമേഗ സി ടി എന്നുമാണ്. അപ്പൊ പക്ഷെ നമ്മളിവിടെ ഇ ഈക്വൽ ടു ഫൈനൈറ്റ് ആവുന്ന കേസില് വി വൈ എന്നുള്ളത് വി വൈ പ്ലസ് ഇ എക്സ് ബൈ ബി എന്നുള്ള കേസിലേക്ക് വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വി വൈന്റെ ടേമിൽ എഴുതുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മൈനസ് ഇ എക്സ് ബൈ ബി എന്നുള്ള ടേം വരും. ഇതിന് നമ്മൾ ഇക്വേഷൻ 6 എഴുതി. അപ്പൊ വി വൈന്റെ ആ ഒരു ചേഞ്ച് മാത്രമാണ് ഇവിടെ വരുന്നത് ഈ ഫൈനൈറ്റ് ആവുമ്പോൾ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ വൈ ഡയറക്ഷനിലാണ് ഒരു നെഗറ്റീവ് വാല്യൂ വന്നിട്ടുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലുള്ള ഇത്ര എക്സ്പ്രഷൻ മൈനസ് ഇ എക്സ് ബൈ ബി എന്നുള്ളൊരു ടേം അല്ലാണ്ട് ബാക്കിയുള്ള എക്സ്പ്രഷൻ സെയിം ആണ്. എന്ന് വെച്ചാൽ ലാർമർ മോഷൻ എന്ന് പറഞ്ഞാൽ അത് സെയിം തന്നെയാണ്, അതിലൊരു ഡിഫറൻസ് വരുന്നില്ല. ഈ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ലാർമർ മോഷൻ എപ്പോഴും അതുപോലെ തന്നെ ഉണ്ടാകും. പക്ഷെ നമുക്ക് ഒരു ഡ്രിഫ്റ്റ് കാണാൻ പറ്റും. ഒരു നെഗറ്റീവ് വൈ ഡയറക്ഷനിലുള്ള ഒരു മൈനസ് ഇ എക്സ് ബൈ ബി എന്നുള്ള ഒരു ടേം കൊണ്ട് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഒരു ഫിക്സ്ഡ് സെന്റർ ഗൈഡിങ് സെന്ററിലുള്ള ഒരു
ഡ്രിഫ്റ്റ് കാണാൻ പറ്റും. അതും കൂടി ഈ ലാർമർ മോഷന്റെ കൂടെ ഫൈനൈറ്റ് ഇ ആവണ കേസിൽ വരികയാണ് ചെയ്യണത്. അപ്പോ അത് ഈ ഡ്രിഫ്റ്റ് കാണുന്നത് എന്താണ് നെഗറ്റീവ് വൈ ഡയറക്ഷനിലാണ്. കാരണം നമുക്ക് ഈ വി വൈ എന്നുള്ളതിൽ ഈ മൈനസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഇ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിൽ നെഗറ്റീവ് വൈ ഡയറക്ഷനിലുള്ള ഡ്രിഫ്റ്റ് ആണുള്ളത്. അതിന്റെ ഒരു പിക്ചറൈസേഷൻ ആണ് ഈ കാണുന്നത്. ഇത് അയോണിന്റെയും ഇലക്ട്രോണിന്റെയും കേസിലുള്ള ഈ ഡ്രിഫ്റ്റിന്റെ ഒരു ഇതാണ്. അപ്പൊ നമ്മൾ അത് പിന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾക്കിപ്പോ ഒരു ഡ്രിഫ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അതിനൊരു ജനറൽ ഫോർമുല നമുക്ക് കിട്ടണം. ഈ വെലോസിറ്റി ഓഫ് ഗൈഡിങ് സെന്ററിന്റെ ഒരു ജനറൽ ഫോർമുല കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എം ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ക്യു ഇ പ്ലസ് ക്യു വി ക്രോസ് ബി എന്നുള്ള കേസ്. അപ്പൊ നമുക്കറിയാം അതില് ഈ എം ഡി വി ബൈ ഡി ടി എന്നുള്ള ടേം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മോഷനാണ് ലാർമർ ഇക്വേഷൻ. അത് നമ്മൾ ആദ്യം കണ്ടെത്തിയതാണ്. അപ്പോ ഇവിടെ നമുക്ക് കണ്ടെത്താനുള്ളത് ഗൈഡിങ് സെന്റർ വെലോസിറ്റി ആണ്. അപ്പൊ അതില് ലാർമർ മോഷൻ അതിനെ എഫക്ട് ചെയ്യണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എം ഡി വി ബൈ ഡി ടി എന്നുള്ള ടേമിന് 0 ആയിട്ട് എടുക്കാം. അപ്പൊ എം ഡി വി ബൈ ഡി ടിന് 0 ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഡി വി ബൈ ഡി ടി 0 ആയതുകൊണ്ട് തന്നെ ആക്സലറേഷൻ 0 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഗൈഡിങ് സെന്ററിന് ആക്സലറേഷൻ ഇല്ല, യൂണിഫോം മോഷൻ മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു ടേം എന്ന് പറയുന്നത് സർക്കുലർ മോഷൻ, ഒമേഗ സി എന്നുള്ള ആംഗുലർ ഫ്രീക്വൻസി ഉള്ള സർക്കുലർ മോഷൻ മാത്രമാണ് തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് 0 എടുത്തത്. അപ്പൊ ഈ നോൺ ആക്സിലറേറ്റഡ് മോഷൻ കണ്ടെത്താനായിട്ട് നമ്മൾ ഈ ഒരു കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ പ്രകാരം നമുക്ക് Q ഇൻറ്റു ഇ പ്ലസ് വി ക്രോസ് ബി ഇസിക്കൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. അന്ന് Q കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇ ഇസിക്കൽ ടു മൈനസ് വി ക്രോസ് ബി എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് വി ക്രോസ് ബി എന്ന് കിട്ടും. നമുക്കറിയാം ക്രോസ് പ്രൊഡക്റ്റ് നോൺ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇപ്പുറത്ത് ഇൻറ്റു ചെയ്ത് ബീനെ ഇപ്പുറത്തേക്ക് ആവുമ്പോൾ 2 നെഗറ്റീവ് വരും. അപ്പൊ ആ 2 നെഗറ്റീവും കൂടി ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഇ ക്രോസ് ബി ഇസ് ഈക്വൽ ടു ബി ക്രോസ് വി ക്രോസ് ബി എന്ന് കിട്ടും. അത് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ എ ക്രോസ് ബി ക്രോസ് സിന്റെ ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷൻ 8 പ്രകാരം എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ട്രാൻസ്വേഴ്സ് കമ്പണൻസ് എടുക്കാൻ പറ്റും. അപ്പൊ ട്രാൻസ്വേഴ്സ് കമ്പണന്റ് എടുക്കുന്ന കേസിൽ, കാരണം അത് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ബി വൈ ക്രോസ് ബി സെഡ് ഈ ഒരു ടേം ട്രാൻസ്വേഴ്സ് കമ്പണന്റ് എടുക്കുമ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ 0 ആയിട്ട് വരും. അപ്പോൾ ഈ സെക്കൻഡ് ടേം ബി ഇൻറ്റു ബി പെർപെൻഡിക്കുലർ ജി സി ഇസ് ഈക്വൽ ടു ഇ ക്രോസ് ബി ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി ഇ എന്ന് വരും. മനസ്സിലായോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കണ്ടിന്യൂ ചെയ്തോളൂ. ലാസ്റ്റ് സംശയമുള്ളത്. ഓക്കെ. അപ്പൊ ട്രാൻസ്വേഴ്സ് കമ്പണന്റ് എടുക്കുന്ന സമയത്ത് ഈ സെക്കൻഡ് ടേം 0 ആയിട്ട് പോകും. ബി ഡോട്ട് ബി ഇസിക്കൽ ടു 0 ആയിട്ട് പോകും. അപ്പൊ ഈ ഒരു ട്രാൻസ്വേഴ്സ് കമ്പണന്റ് ആണ് നമ്മൾ ഇ ക്രോസ് ബി ബൈ ബി സ്ക്വയർ എന്നുള്ളൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. കാരണം ഈ ബി ഇൻറ്റു ബി ഡോട്ട് ബി എന്നുള്ളത് 0 ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇ ക്രോസ് ബി ബൈ ബി സ്ക്വയറിന് നമുക്ക് ബി, അതായത് ബി ഇ എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഈ ബി ഇ എന്ന് ഡിനോട്ട് ചെയ്യണത് ഇത് ഇലക്ട്രിക് ഫീൽഡ് ഡ്രിഫ്റ്റ് ഓഫ് ദി ഗൈഡിങ് സെന്റർ ആയതുകൊണ്ടാണ്. അപ്പോ ഈ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഈ മോളിലും ബി ഉണ്ട്, അടിയിലും ബി ഉണ്ട്. അപ്പൊ നമുക്ക് അതൊരു മാഗ്നിറ്റ്യൂഡ് വൈസ് എഴുതുമ്പോൾ നമുക്ക് ബി ഇ ഈക്വൽ ടു ഇ ബൈ ബി എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ അത് യൂണിറ്റ് വൈസ് നോക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വൈസ് മനസ്സിലാവുന്നത് ഇലക്ട്രിക് ഫീൽഡ് അതല്ല, ഇലക്ട്രിക് ഫീൽഡ് ഡ്രിഫ്റ്റ് ക്യു എം അതുപോലെ ബി പെർപെൻഡിക്കുലർ ഇതിനൊക്കെ ഇൻഡിപെൻഡന്റ് ആണ്. അതായത് ചാർജോ മാസോ അല്ലെങ്കിൽ ഇപ്പോ ലാർമർ ഇക്വേഷന്റെ വെലോസിറ്റിനൊന്നും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്നിട്ട് നേരത്തെ കണ്ട ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും പോസിറ്റീവ് ഹാഫ് സൈക്കിളില്
എന്താണ് ഈ പോസിറ്റീവ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ ഇതിന്റെ എനർജി കൂടും. എനർജി കൂടുമ്പോൾ ഇത് എന്താണ് വി പെർപെൻഡിക്കുലർ വി കൂടും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലാർമർ റേഡിയസ് കൂടും. പക്ഷെ നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ഇതിന്റെ എനർജി കുറയും. ഇലക്ട്രിക് ഫീൽഡിൽ നിന്നുള്ള ഗെയിന് റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആറിൽ കുറയും. അങ്ങനെയാണ് ഇത്തരത്തിലൊരു മോഷൻ പോസിബിൾ ആവുന്നത്. In the first half cycle of the ion's orbit, it gains energy from the electric field and increases in V perpendicular and hence in RL. In the second half cycle, it loses energy and decreases in RL. അപ്പൊ ഇങ്ങനെ എന്താണ് ഈ ഒരു ഫസ്റ്റ് ഹാഫ് സൈക്കിൾ സെക്കൻഡ് ഹാഫ് സൈക്കിളുള്ള ഈ ഇൻക്രീസും ഡിക്രീസും കൊണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ ഉണ്ടാവുന്ന ആറില് ലാർമർ റേഡിയസിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് കൊണ്ടാണ് ഡ്രിഫ്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഫിഗറിൽ തന്നെ കാണാൻ പറ്റും ഈ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയ ഡയറക്ഷനിലാണ്. അതായത് വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ നോർമലി നെഗറ്റീവ് ഡയറക്ഷനിലാണ് ഉള്ളത്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എക്സ് ഡയറക്ഷനിലാണ് കൊടുത്തിട്ട് ബി എന്താണ് സെഡ് ഡയറക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കാണാൻ പറ്റും. ഇനി എന്താണ് നമുക്കറിയാം RL എന്ന് പറഞ്ഞാല് mv/qb ആണ് എക്സ്പ്രഷൻ. അപ്പൊ ആ എക്സ്പ്രഷൻ തന്നെ നമുക്ക് മനസ്സിലാവും മാസ് ഇപ്പൊ രണ്ട് ഡിഫറെന്റ് മാസ് ഉള്ള രണ്ട് സാധനം. ഇപ്പൊ അയോണും ഇലക്ട്രോണും എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് അയോണിന് ഇലക്ട്രോണിനെക്കാളും മാസ് കൂടുതലാണ്. ഈ ഇലക്ട്രോൺ ലൈറ്റർ ആണ്. അപ്പൊ ഈ എക്സ്പ്രഷൻ പ്രകാരം m കൂടുമ്പോ സ്വാഭാവികമായിട്ടും RL കൂടും. അപ്പൊ RL കൂടുമ്പോ അത് ആ ഒരു റേഡിയസ് കൂടുമ്പോ അത് ഡ്രിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു റേഡിയസ് ആ പാത്ത് കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സൈക്കിളിലുള്ള എമൗണ്ട് ഓഫ് ഡ്രിഫ്റ്റ് മാസ് കൂടുന്നതിനനുസരിച്ച് കൂടും. അതേപോലെ ലൈറ്റർ ആകുമ്പോൾ ഇപ്പൊ അയോണിന്റെ കേസ് നമുക്ക് കാണാം അതിന്റെ റേഡിയസ് ഇലക്ട്രോണിനെക്കാളും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ RL കൂടുമ്പോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രിഫ്റ്റ് ആണെങ്കിലും ഓരോ സൈക്കിളും കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് എന്താണ് ഗൈറേഷൻ ഫ്രീക്വൻസിന്റെ എക്സ്പ്രഷൻ അറിയാം qb/2πm ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല് എമ്മിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോ ലൈറ്റർ മാസിനായിരിക്കും എന്താണ് ഗ്രേറ്റർ മാസിനേക്കാളും ഫ്രീക്വൻസി കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഡ്രിഫ്റ്റ് സൈക്കിൾസ് ഓഫ് ഡ്രിഫ്റ്റ് ഓരോ സൈക്കിൾ ഓരോ സമയത്തും ഉണ്ടാകുന്ന ഡ്രിഫ്റ്റിന്റെ നമ്പർ ഓരോ സൈക്കിളിന്റെ എണ്ണം ഇലക്ട്രോണിന് കൂടുതലാണ്. അത് നമുക്ക് ഈ ഒരു ഇതിൽ കാണാൻ പറ്റും. അയോണിന്റെ കേസിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രിഫ്റ്റ് കൂടുതലാണെങ്കിലും അതിന്റെ ഫ്രീക്വൻസി കുറവാണ് ഇലക്ട്രോണിനെക്കാളും. പക്ഷെ ഇലക്ട്രോണിന്റെ കേസിൽ ഫ്രീക്വൻസി എന്താണ് കൂടുതലാണ്. പക്ഷെ എമൗണ്ട് ഓഫ് ഡ്രിഫ്റ്റ് ഓരോ സൈക്കിളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രിഫ്റ്റ് കുറവാണ്. അപ്പൊ അതിൽ ക്യാൻസൽ ചെയ്യുന്നാണ് പറയുന്നത്. അതാണ് ഒരു മെയിൻ കൺക്ലൂഷൻ ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പോസിറ്റീവ് അയോണ് ഇലക്ട്രോണിന്റെ ഡയറക്ഷനിൽ തന്നെയാണ്. ഒരു ഇലക്ട്രോൺ എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഗൈറേറ്റ് ചെയ്യുക. എന്താണ് പോസിറ്റീവ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഗൈറേറ്റ് ചെയ്യുക. പക്ഷെ എനർജിയും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഗെയിൻ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇഫക്റ്റും ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ട് ഫൈനൽ ആയിട്ട് വരുമ്പോ അയോണും ഇലക്ട്രോണും ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് എന്താണ് ഡ്രിഫ്റ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു പിക്ചർ വെച്ചിട്ട് നമുക്കത് പറയാൻ പറ്റും. ഇതില് അയോൺ സർക്കുലർ ആയിട്ട് മൂവ് ചെയ്യണത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. പക്ഷെ ഇലക്ട്രോൺ ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്കാണ്. പക്ഷെ അത് ഓരോ ഹാഫ് സൈക്കിളും അത് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണതും ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഗെയിൻ ചെയ്യണതും അതിന്റെ ആ ഒരു ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും. ഇത് നമുക്കറിയുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇതിന്റെ മോഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് എഫക്റ്റും ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ട് ഈ ലാസ്റ്റിലേക്ക് വരുമ്പോൾ അയോണിന്റെയും ഇലക്ട്രോണിന്റെ ഡ്രിഫ്റ്റ് ഒരേ സ്ഥലത്തേക്ക്, അതായത് -y ഡയറക്ഷനിൽ തന്നെയാണ് വരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത്രയാണ് എന്റെ ടോപ്പിക് ഉള്ളത്.